യഥാർത്ഥത്തിൽ പുനർജന്മങ്ങളുണ്ടോ? പുനർജന്മങ്ങളെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ഉള്ള അപഗ്രഥനങ്ങൾ പലപ്പോഴും നമ്മൾ നടത്താറില്ല. നമ്മുടെ യഥാർത്ഥത്തിൽ അവിടെ ഇവിടെയും കേൾക്കുന്നുണ്ട് പുനർജന്മങ്ങളുണ്ട്, ഇന്നയാൾ പുനർജനിച്ചു. അപ്പോൾ തന്നെ ചില ആൾക്കാർ പറയുന്നതൊക്കെ വെറും കെട്ടുകഥകളാണ്, സാങ്കല്പികമായ കഥകൾ മാത്രമാണ്. എന്നാൽ ചില സിനിമകളിലൊക്കെ പുനർജന്മങ്ങളെക്കുറിച്ചുള്ള ചില ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള സ്റ്റോറീസ് വരുമ്പോൾ വളരെ കൗതുകത്തോടെ നമ്മളത് കാണാറുമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ രഹസ്യം? ആദി ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം എന്ന് പറയുന്നു. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു, വീണ്ടും പുതിയ ഗർഭപാത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ലോകത്തിൻ്റെ എമ്പാടും ഉള്ള പല എന്താ പറയുക അന്വേഷകരും കണ്ടെത്തിയ ഒരു വലിയ സത്യമാണ് പുനർജന്മം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ട്രസ് ഹാർഡോ എന്ന ആളിൻ്റെ ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് തന്നെ റീഇൻകാർണേഷൻ എന്നാണ്. ട്രൂ കേസസ് ഓഫ് ചിൽഡ്രൻ ഹു ഹാവ് ലിവ്ഡ് ബിഫോർ എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ 20-ലേറെ കുട്ടികളുടെ പുനർജന്മ സ്മരണകൾ നിറഞ്ഞതാണ് ഈ ഒരു പുസ്തകം. അപ്പോൾ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ചില കുട്ടികളുടേതായ സ്റ്റോറീസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. പക്ഷേ അത് റിയൽ സ്റ്റോറീസാണ്. ഈ റിയൽ സ്റ്റോറീസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈബ്രറിയിലേക്കുള്ള ഒരു നല്ല കളക്ഷനായിരിക്കും ഈ ഒരു ബുക്ക്. അപ്പോൾ ഇതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അത് വിശ്വാസമല്ല, ഒരു സത്യമാണ്. എങ്കിലും അതെന്തിന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ കുറേയൊക്കെ നമുക്കൊന്ന് ക്രോഡീകരിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റെ പിറകിൽ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ എന്താണ് ഇങ്ങനെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല, ആകസ്മികത എന്നൊരു സംഗതിയില്ല. എല്ലാം തന്നെ വെൽ സ്ക്രിപ്റ്റഡ് ആയ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെക്കുറിച്ചൊന്നും ഓർത്ത് വളരെയേറെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ജന്മത്തിൽ എന്തിനാണോ ഇവിടെ നാടകത്തിൽ റോൾ എടുക്കാനായിട്ട് വന്നത്, ആ റോള് നന്നായിട്ട് ചെയ്ത് തീർക്കുക. അപ്പോൾ അതാണ് സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നി തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ട്രാക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സത്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കർമ്മങ്ങളോടുള്ള ആസക്തി കുറയും, പല കാര്യങ്ങളോടുമുള്ള നമ്മുടേതായ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പുനർജന്മം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ധാരാളം ഇങ്ങനെയുള്ള വിഷയങ്ങൾ, 1000-ലേറെ വീഡിയോസ് ഈ പറയുന്ന തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതീത മനഃശാസ്ത്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പാരാസൈക്കോളജി, അതിനെക്കുറിച്ച് ധാരാളം വിഷയങ്ങൾ നമുക്കിതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ വളരെ പ്രഗത്ഭരായ ധാരാളം ആളുകളുമായിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും പ്ലീസ് സബ്സ്ക്രൈബ് ടു ESP പാരാനോർമൽ അതീന്ദ്രിയം. താങ്ക് യു സോ മച്ച്.